നീ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ചേട്ടാ ഇത് കേട്ടാ തോന്നുന്നു ഞാൻ പറയാത്തതുകൊണ്ടാവും കേൾക്കാത്തതെന്ന്. നീ കിടന്ന് തുള്ളാതെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് കേൾക്ക്. അവിടെ അവന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അവിടെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പെമ്പറന്നവരൊരു മോളും മാത്രമേ ഉള്ളൂ. അവരുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള ചില സഹായത്തിന് വേണ്ടിയിട്ടാണ് ഇവനെ വിളിക്കുന്നത്. ചേട്ടാ അത് അവനോട് തോന്നണ്ടേ? ഞാൻ ഇന്നലെയും പറഞ്ഞു അവന് തീരെ താല്പര്യമില്ലാത്ത പോലെ. അവൻ പറയുന്നത് അറയ്ക്കലെ ദേവകിയമ്മയുടെ മോൻ വരുമ്പോ അവനെ മദ്രാസിൽ കൊണ്ടുപോകുന്ന. എന്തെങ്കിലും ഒന്ന് ശരിയായാൽ മതിയായിരുന്നു. എന്താണ് വെറുതെ പറഞ്ഞിരിക്കുന്നത്? മണിയൻചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാമോ? എനിക്ക് ഒരു തവളയെ കൊണ്ടുതരാമോ? മാക്രിയോ? എന്തിനാ? അതെ, കൊണ്ടുവരുമ്പോ കാണിച്ചു തരാം. തവളയെ കിട്ടുമോ? അമ്പലക്കുളത്തിൽ ഒത്തിരി ഉണ്ട്. കുളത്തിൽ സൂക്ഷിച്ചു ഇറങ്ങാവൂ. ചെറുത്തവളയെ കൊണ്ടുവരരുത്, നല്ല വലിയ തവള. കുണ്ടമാക്രിയല്ലേ? ആ അത് തന്നെ. പിന്നെ കൊല്ലാതെ കൊണ്ടുവരണം. എന്ന് കൊണ്ടുവരും? നാളെ രാവിലെ. ഓക്കെ. ആ മണിയൻചേട്ടന് മുട്ടായി വേണ്ടേ? താങ്ക് യു. കോളേജിൽ പഠിക്കുന്നവർക്ക് മാക്രി എന്തിനാടാ? അവർക്ക് പ്രാക്ടിക്കലിന്. എന്ന് വെച്ചാ അവർക്ക് കീറി പഠിക്കാൻ. ചേട്ടൻ അറിഞ്ഞിട്ട് എന്ത് വേണം? അപ്പൊ നിനക്ക് കീറി പഠിക്കണ്ടേടാ? വേണ്ട. അതെന്താ? അറിയാൻ പാടില്ലാത്ത ഒന്നുമില്ല. എന്നാ പറഞ്ഞാലോട്ട് മനസ്സിലാകേയില്ല. എന്നൊന്ന് മിണ്ടായിരിക്കോ? ഒരു കാര്യം ചോദിച്ചപ്പോ ചെറുക്കന്റെ ഗമ കണ്ടില്ലേ? കോളേജിൽ പഠിക്കുന്നതിന്റെ മൂച്ച. നീ എന്താണ് മാറ്റിക്കയറുന്നത്? അവന് പഠിപ്പ് കുറവാന്നേ ഉള്ളൂ. നിന്നേക്കാൾ 3 വയസ്സിന് മൂത്തതാ. അത് ഞാൻ എന്ത് വേണം? അവൻ വല്ലതും ചോദിച്ചാൽ അറിയാവുന്ന അന്നേ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ അത് പറയണം. അല്ലാതെ ഭരണമൊന്നും വേണ്ട കേട്ടോ. ആ കിട്ടിയോടാ? ഇനി കൊണ്ടുവാ, ഈ കടലാസി പൊതിയ. എന്തിനാ മണിയുന്നത്? ഇത് കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് കീറി പഠിക്കാനാ. കോളേജിൽ പഠിക്കുന്ന പിള്ളേർ എന്തിനാ മാക്രി കയറുന്നേ? എന്നാലേ അവർ പരീക്ഷ ജയിക്കൂ. ഇതിന് പകരം എനിക്കൊരു പാട്ട് ദിവസം തരണം. ഈശ്വരനെ തന്നില്ല. ആ തരാം. ഇത് പാപമല്ലേ? ഏത്? ഇതിനെ ഇങ്ങനെ കൊല്ലുന്നത്. പാവമാണെന്ന് വിചാരിച്ചാ പഠിക്കാൻ നോക്കുമോ? ആ മണിയൻ ചേട്ടന് ഇതെന്താണെന്ന് അറിയാമോ? നല്ല പോലെ ആലോചിച്ച് നോക്ക്, എന്നിട്ട് പറയാൻ നോക്ക്. മണിയൻ ചേട്ടന്റെ നെഞ്ചിൽ എന്താണെന്ന് പറയാമോ? സ്നേഹം. എന്ന് വെച്ചാ ചങ്ക്. ആ ചങ്കിനാണ് ഹൃദയം എന്ന് പറയുന്നത്. ദേ ഇതാണ് തവളയുടെ ഹൃദയം. കിടന്ന് പിടിക്കുന്നുണ്ടോ? ഇത് ദൈവദോഷമല്ലേ? ഇതിന്റെ പകുതി പാപം മണിയൻ ചേട്ടനാ. ഒന്നുമല്ല, എനിക്കൊരു പാപവുമില്ല. മണിയൻ ചേട്ടനല്ലേ എനിക്കിത് കൊണ്ട് തന്നെ?
ഞാൻ കൊണ്ടുവന്നത് കൊല്ലാനല്ലല്ല. പിന്നെ വളർത്താനാ? തിരുനൂസ് മണിയും വിളിച്ചിട്ടും പോകുന്നു. നമുക്ക് വിളിച്ചൊന്ന് കളിപ്പിക്കാം. എങ്ങനെ? അതൊക്കെ ഞാൻ ഏറ്റു. നമ്മൾ ഇന്നലെ കണ്ട സിനിമയിലെ പാട്ട് പാടി കളിപ്പിക്കാം. മണിയും വിളിക്കട്ടോ? മണിയും വിളിക്കട്ടാ? നമുക്ക് സിനിമ കളിക്കാം. ഞാൻ നസീർ, അണ്ണൻ സോമൻ. അത് പറ്റത്തില്ല. ഞാൻ നസീർ, നീ സോമൻ. ശരി, സമ്മതിച്ചു. ഇവൻ ജയഭാരതി. ഞങ്ങളെല്ലാം കൊള്ളക്കാര്. ഞങ്ങൾ ജയഭാരതി ഇവിടെ കൊണ്ടുവന്ന് തടഞ്ഞു വെച്ചിരിക്കുന്നു. ഞങ്ങളെല്ലാം പാടി രസിക്കുന്നു. അപ്പൊ മണിയും പിള്ളച്ചേരൻ ചീടി വേഷത്തിൽ വന്ന് ഞങ്ങളുടെ കൂടെ പാടുന്നു. ഒരു ഉഗ്ര സ്റ്റണ്ട്. നമുക്ക് ആദ്യം സ്റ്റണ്ട് കളിച്ചു നോക്കാം. മണിയും പിള്ളച്ചേരന് സ്റ്റണ്ട് കളിക്കാൻ അറിയാവോ? ഓ, ഞാൻ അവന് ഒരു തണ്ടി. നീയാണ് അവനെ ഈ പരിവത്തിലാക്കിയത്. സത്യം പറ, നീ ആ ചെറുക്കന്റെ തലയറിഞ്ഞു കല്ലെടുത്തെറിഞ്ഞതാ. അപ്പൊ പൊട്ടിയതാ. നിന്നെ കൊണ്ട് കിടക്കം പറഞ്ഞു പൊട്ടിയാണ്. ഒന്നോനെ അതോ വല്ലോ ബാക്കി വെച്ചിട്ടുണ്ടോ? എന്തിനാ മക്കളെ എന്നും ഇങ്ങനെ ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് തല്ല് മേടിക്കുന്നേ? നിനക്ക് ഒരു ദിവസമെങ്കിലും ആണുങ്ങളെ പോലെ ജീവിച്ചൂടെ? എന്തോടാ അന്ന് നിന്ന് കാഴ്ച കാണുന്നത്? അപ്പുറത്തൊക്കെ വഴി പഠിക്കടാ. വന്നു വല്ലതും കഴിക്കും. എനിക്കൊന്നും വേണ്ട. എന്നാ വന്ന് കിടന്ന് ഉറങ്ങും.